ഭ്രമയുഗം സിനിമ ലണ്ടനിലെ ഒരു ഫിലിം സ്കൂളിൽ പഠന വിഷയമാകുന്നു. അതേസമയം നമ്മളിൽ ചിലർ പറയുന്നു ഭ്രമയുഗത്തിൽ അഭിനയിച്ചതുകൊണ്ടാണ് മമ്മൂട്ടിക്ക് രോഗാവസ്ഥ ഉണ്ടായത്. ഇതിലൊക്കെ എത്രമാത്രം സത്യമുണ്ട്? ഞാൻ ആദ്യം പറഞ്ഞത് സത്യം തന്നെയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ വാർത്ത പുറത്തു വന്നത്. UK ഒരു ഫിലിം സ്കൂളിൽ, കൃത്യമായി പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് ക്രിയേറ്റീവ് ആർട്സിലാണ് ഭ്രമയുഗം ഒരു കേസ് സ്റ്റഡി പോലെ പഠന വിധേയമായത്. ചിലരെങ്കിലും കരുതുന്നത് പോലെ മമ്മൂട്ടിയുടെ അഭിനയ മികവല്ല, നേരെ മറിച്ച് ചിത്രത്തിൻ്റെ സൗണ്ട് ഡിസൈനാണ് അവിടെ പഠന വിധേയമായത്. മമ്മൂട്ടിയുടെ അഭിനയം മോശമായതുകൊണ്ടല്ല അത് പഠന വിധേയമാകാത്തത്. അഭിനയം എന്ന കലയെ നമ്മൾ മലയാളികൾ സമീപിക്കുന്ന രീതിയിലല്ല മറ്റുള്ളവർ കാണുന്നത്. കഥാപാത്രം, കഥാപരിസരം, കൾച്ചറൽ ഡിഫറൻസസ്, ഇങ്ങനെ പലവിധ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് അഭിനയത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. ചലച്ചിത്ര അഭിനയം തന്നെ നമ്മുടെ നാട്ടിൽ ഓരോ ഭാഷയിലും വളരെ വ്യത്യസ്തമായാണ് നടീനടന്മാർ അവതരിപ്പിക്കുന്നത്. ഏറ്റവും വലിയ ഉദാഹരണം ദൃശ്യത്തിൽ മലയാളത്തിൽ മോഹൻലാൽ അഭിനയിച്ചതിൽ നിന്നും വ്യത്യസ്തമായാണ് കമൽഹാസൻ തമിഴ് വേർഷനിൽ അഭിനയിച്ചത്. ക്ലൈമാക്സ് സീൻ തന്നെ ഓർത്താൽ മതി. അതവിടെ നിൽക്കട്ടെ. ലണ്ടനിലെ സിനിമാ സ്കൂളിൽ ചിത്രത്തിൻ്റെ സൗണ്ട് ഡിസൈൻ ആയിരുന്നു പഠന വിധേയമായത്. തീർച്ചയായും മറ്റൊരു രാജ്യത്ത് അത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ ആ സിനിമയ്ക്ക് ലഭിക്കുന്ന അംഗീകാരം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഏതോ ഒരു വിദ്യാർത്ഥി എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ചിത്രത്തിൻ്റെ സംവിധായകൻ ശ്രീ രാഹുൽ സദാശിവൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്യുകയും അങ്ങനെ വൈറൽ ആകുകയുമാണ് ഉണ്ടായത്. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഇനി ഇതാണ് ആ വീഡിയോ. It was a breathing sound. Yeah. There's someone going, and they've gone for like the death rattle. Yeah. So even that is quite literal. Yeah. When breath leaves you, when you're drowning, unfortunately, the last thing you hear is someone going like a gurgly death rattle. They used it for the Dementors in Harry Potter for that same reason, because there's a heavy theme in the text of them breathing with this rattling breath and then sucking out your soul. So same kind of themes. Yeah. So we can see things that kind of match up throughout media. You can take a lot of inspiration from lots of different places if you know where to look. Yeah, good clip. എന്താണ് ആ അധ്യാപകൻ പറയുന്നത് എന്ന് മനസ്സിലായോ? മമ്മൂട്ടിയുടെ തൊണ്ടയിൽ നിന്നും വരുന്ന ആ ശബ്ദം അത് ബ്രീത്തിങ് സൗണ്ട് ആണെന്നും അതൊരാളുടെ ഡെത്ത് റാറ്റിൽ പോലെയാണ് എന്നുമായിരുന്നു അവിടെ പറയുന്നത്. നമ്മുടെ അവസാന ശ്വാസവും നമ്മളെ വിട്ടുപോകുമ്പോൾ, ഒരാൾ മുങ്ങി മരിക്കുമ്പോഴൊക്കെ അയാൾക്കുണ്ടാകുന്ന ഗർഗ്ലി ഡെത്ത് റാറ്റിൽ പോലെ ഒരു ശബ്ദം എന്നാണ് ഇവിടെ പറയുന്നത്. മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ്റെ ശ്വാസകോശത്തിലെ മ്യൂക്കസിലൂടെയും വായു സഞ്ചരിക്കുന്ന പഥങ്ങളിലൂടെയും പുറത്തോട്ട് വരുന്ന റാറ്റ്ലിംഗ് അല്ലെങ്കിൽ ഗർഗ്ലിംഗ് ശബ്ദത്തെയാണ് ഡെത്ത് റാറ്റിൽ എന്ന് പറയുന്നത്. മമ്മൂട്ടി പുറപ്പെടുവിക്കുന്ന ആ ശബ്ദം ആ അധ്യാപകൻ അനുകരിച്ച് കാണിക്കുന്നുമുണ്ട്. ജയദേവൻ ചക്കടത്ത് എന്ന സൗണ്ട് ഡിസൈനറായിരുന്നു ഭ്രമയുഗത്തിലെ ഭ്രമകൽപ്പനകൾക്ക് ശബ്ദം പകർന്നത്. കാടുപോക്കുന്ന നേരം എന്ന ചിത്രത്തിൻ്റെ സൗണ്ട് ഡിസൈന് ദേശീയ അവാർഡും 4ഓളം സംസ്ഥാന അവാർഡുകളും നേടിയിട്ടുള്ള ആളാണ് ജയദേവൻ. ഇങ്ങനെ ഭ്രമയുഗത്തിൻ്റെ സാങ്കേതികത്വം ലോകം ശ്രദ്ധിക്കുമ്പോൾ ഭ്രമയുഗത്തിൽ അഭിനയിച്ചതുകൊണ്ടാണ് മമ്മൂട്ടിക്ക് രോഗാവസ്ഥ വന്നത് എന്നൊരു വെളിപ്പെടുത്തൽ ശ്രീ സുനിൽ പരമേശ്വരൻ നടത്തിയിരുന്നു. ഏകദേശം ഒരു മാസം മുൻപാണ് ശ്രീ സുനിൽ പരമേശ്വരൻ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞത്. ശ്രീ സുനിൽ പരമേശ്വരനെ അറിയാത്തവർ ഉണ്ടാകില്ല. നോവലിസ്റ്റാണ്. അതുപോലെ തന്നെ അനന്തഭദ്രം എന്ന അദ്ദേഹത്തിൻ്റെ തന്നെ നോവൽ ചലച്ചിത്രമാക്കിയപ്പോൾ തിരക്കഥ എഴുതിയതും അദ്ദേഹം തന്നെയാണ്. കാന്തള്ളൂർ സ്വാമി എന്നൊരു പേര് കൂടിയുണ്ട് അദ്ദേഹത്തിന്. ഭ്രമയുഗത്തിൽ അഭിനയിച്ചതുകൊണ്ട് മമ്മൂട്ടിക്ക് രോഗാവസ്ഥ ഉണ്ടാകുമെന്ന് താൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ജോഷി വശം മമ്മൂട്ടിയുടെ സഹോദരൻ ഇബ്രാഹിം കുട്ടിയെ അറിയിക്കുവാൻ ഒരു സന്ദേശം അയച്ചിരുന്നു എന്നും ശ്രീ സുനിൽ പരമേശ്വരൻ പറയുന്നു. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? മമ്മൂട്ടിയുടെ രോഗാവസ്ഥയ്ക്ക് കാരണം ഭ്രമയുഗം സിനിമയാണോ? അങ്ങനെയാണെങ്കിൽ ഭ്രമയുഗം സിനിമയുടെ അണിയറയിലും അല്ലാതെയും എത്രയോ ആൾക്കാർ ബന്ധപ്പെട്ടിരിക്കുന്നു. അവർക്കാർക്കും അസുഖങ്ങൾ ഒന്നും വന്നതായി അറിയുകയുമില്ല. പിന്നെന്താണ് മമ്മൂട്ടിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുവാൻ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. ഇതേപോലെ തന്നെയാണ് കാന്താര സിനിമയുടെ 2ാം ഭാഗത്തിൻ്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അഭ്യൂഹങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും.
കാന്താര സിനിമയും ബന്ധപ്പെട്ടിരിക്കുന്ന അതിൻ്റെ പ്രമേയവും നമുക്കറിയാം. കാന്താരയുടെ ചിത്രീകരണത്തിനിടയിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായി. ഋഷഭ് ഷെട്ടിയും സംഘവും ഏകദേശം 30 പേരടങ്ങുന്ന ഒരു സംഘം അവർ സഞ്ചരിച്ചിരുന്ന ആ ബോട്ട് ശിവമൊഗ ജില്ലയിലെ മാനി നദിയിൽ മറിഞ്ഞു. ആർക്കും പരിക്കുകളൊന്നും പറ്റിയില്ലെങ്കിലും ഷൂട്ടിംഗ് സംഘത്തിൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം നഷ്ടപ്പെട്ടു. ഋഷഭ് ഷെട്ടി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത്. നവംബർ 2024 ഈ ചിത്രത്തിൻ്റെ ക്രൂ സഞ്ചരിച്ചിരുന്ന ഒരു ബസ് കൊല്ലൂരിനടുത്ത് വെച്ച് അപകടത്തിൽപ്പെടുകയും ബസ്സിൽ സഞ്ചരിച്ചിരുന്ന ഒട്ടേറെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കനത്ത മഴയും കാറ്റും മൂലം ചിത്രത്തിനായി കോടികൾ മുടക്കിയിട്ടിരുന്ന ഒരു സെറ്റ് തന്നെ നശിച്ചു പോവുകയുണ്ടായി. MF കപിൽ എന്നു പേരായ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് 2025 സൗവർണിക നദിയിൽ മുങ്ങി മരിക്കുകയുണ്ടായി. മലയാളിയും മിമിക്രി ആർട്ടിസ്റ്റുമായിരുന്ന കലാഭവൻ നിജു ഈ ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ചാണ് ഹൃദയാഘാതം മൂലം മരണമടഞ്ഞത്. കാന്താരയുടെ ആദ്യ ഭാഗത്തിൽ അഭിനയിച്ചിരുന്ന രാകേഷ് പൂജാരിയും ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത്. ഇത് മാത്രമല്ല, കാലാവസ്ഥയിൽ ഉണ്ടായ അപ്രതീക്ഷിത മാറ്റങ്ങൾ, പരിസ്ഥിതി സംബന്ധിച്ചുയർന്ന വിവാദങ്ങളും വിമർശനങ്ങളും, അതുപോലെ വന നിയമങ്ങൾ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വനം വകുപ്പിൽ നിന്ന് കിട്ടിയ പിഴകൾ, ഇങ്ങനെ എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ കാന്താരയുടെ സെറ്റിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെല്ലാം ഏതോ ശാപമാണെന്നോ എന്തോ മുന്നറിയിപ്പാണെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് അഭ്യൂഹങ്ങൾ നാട്ടിലെല്ലാം പരന്നിരുന്നു. നമുക്കറിയാം, ഞാൻ ഗന്ധർവൻ സിനിമ റിലീസ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞായിരുന്നു പത്മരാജൻ കോഴിക്കോട്ട് വെച്ച് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത്. അന്ന് തന്നെ ഒരു കേഴ്സ് തിയറി രൂപപ്പെട്ടിരുന്നു. ഇതേപോലെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള തീമുകൾ, ഡാർക്ക് ആയിട്ടുള്ള തീമുകൾ അത് കൈകാര്യം ചെയ്യുമ്പോൾ എന്തോ ഒന്ന് അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്നുണ്ട് എന്നൊരു തിയറി അക്കാലത്ത് തന്നെ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഗന്ധർവൻ്റെ ഷൂട്ടിങ്ങിനിടെ അപ്രതീക്ഷിതമായ പലവിധ തടസ്സങ്ങളും കാന്താരയുടേതുപോലെ തന്നെ ഉണ്ടായി എന്ന് അന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. നിർമ്മാണത്തിനിടെ ഉണ്ടായ കാലതാമസവും തടസ്സവും അപകടങ്ങളും ഒക്കെ ഞാൻ ഗന്ധർവനോട് ഒപ്പമുണ്ടായിരുന്നു. അന്നും പ്രബലമായ ഏറ്റവും വലിയ റൂമർ ഗന്ധർവ ശാപം ആണ് എന്നായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്നതിൻ്റെ ഉത്തരം നമുക്കൊരിക്കലും കിട്ടുകയില്ല. ഭ്രമയുഗമായിരുന്നാലും കാന്താര ആയിരുന്നാലും ഞാൻ ഗന്ധർവനായിരുന്നാലും. എന്നാൽ പറഞ്ഞു കേൾക്കുന്ന കഥകൾ ഇങ്ങനെയായിരുന്നു. മിത്തോളജി പറയുന്നത് ഗന്ധർവന്മാർക്ക് അവരുടെ രഹസ്യങ്ങൾ പരസ്യമാക്കുന്നത് ഇഷ്ടമാകാറില്ല എന്നാണ്, പ്രത്യേകിച്ചും മനുഷ്യരെ പോലെയുള്ളവരുടെ അടുത്ത്. ഗന്ധർവനെയും ചാത്തനെയും കുറിച്ചൊക്കെ അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ സ്ക്രീനിലേക്ക് പകർത്തുന്നത് അവർക്ക് കോപമുണ്ടാകുവാൻ കാരണമാക്കുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ കണ്ട ഈ ചിത്രങ്ങളുടെയൊക്കെ ചിത്രീകരണത്തിനിടയിലും അത് കഴിഞ്ഞുമുണ്ടായ അപകടങ്ങളും മറ്റും. ആ ഒരു ശാപമാണോ പത്മരാജൻ്റെ തന്നെ ജീവനെടുത്തത്? അപ്രതീക്ഷിതം എന്നാൽ വെറും കോയിൻസിഡൻസ് എന്നൊക്കെ പറഞ്ഞു കളയുമ്പോഴും ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലരും എനിക്കെതിരെ വന്നേക്കും, എനിക്കറിയാം. എന്നാൽ വിശ്വാസങ്ങളുടെ അത് സത്യമാണോ അതോ അന്ധമാണോ എന്ന കാര്യത്തിൽ തർക്കമുണ്ടാകാം. ഏറ്റവും വലിയ കൂത്തരങ്ങാണ് സിനിമ എന്ന മീഡിയം. കുറച്ചു പേരെങ്കിലും അത് അന്ധവിശ്വാസമാണ് എന്ന് പറയും, എന്നാലും അവരും അതുതന്നെ ചെയ്യും. ഒരിക്കൽ മലയാള സിനിമ കോരച്ചേട്ടൻ്റെ ചീട്ടെടുക്കാതെ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പഴയകാല സിനിമാ പ്രവർത്തകർക്ക് കോരച്ചേട്ടൻ ആരാണ് എന്ന് അറിയാം. ഇപ്പോൾ മലയാള സിനിമയ്ക്ക് കോരച്ചേട്ടനെ പോലെ ഒരാളുണ്ടോ എന്നെനിക്കറിയില്ല. എന്നിരുന്നാലും നമ്മൾ ഇപ്പോഴും പിന്തുടരുന്ന ചില വിശ്വാസങ്ങൾ ഉണ്ട്. എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ചകളിൽ മാത്രം ചിത്രം റിലീസ് ചെയ്യുന്നത്? ഇപ്പോഴും നമ്മുടെ സിനിമാ വ്യവസായം വെള്ളിയാഴ്ചകളെ ചുറ്റിപ്പറ്റിയാണ് ചലിക്കുന്നത് തന്നെ. ചില നടീനടന്മാരുടെ മുഖത്ത് തന്നെ ക്യാമറ വെച്ചുകൊണ്ട് ആദ്യ ഷോട്ട് എടുക്കുന്നത് ഏറ്റവും ഭാഗ്യദായകമായിരുന്നു എന്ന് കരുതുന്നവരുണ്ട്. നടൻ ജനാർദ്ദനൻ്റെ മുഖം കാണിച്ചുകൊണ്ട് ആദ്യ ഷോട്ട് എടുത്താൽ സിനിമ ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ആകുമെന്നാണ് ഇൻഡസ്ട്രിയിലെ വലിയ വിശ്വാസം. പുതുവർഷത്തിലെ ആദ്യ ചിത്രമായി തങ്ങളുടെ സിനിമ റിലീസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ചില നിർമ്മാതാക്കളുണ്ട്. ചിത്രത്തിൻ്റെ ടൈറ്റിലിൻ്റെ അവസാനം ചില്ലക്ഷരമോ ചന്ദ്രക്കലയോ വന്നാൽ അത് ഭാഗ്യദായകമാണ് എന്ന് കരുതുന്ന നിർമ്മാതാക്കളുമുണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ എനിക്കറിയില്ല, നിങ്ങൾ തന്നെ പറയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.